ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഒരുപക്ഷെ ഇനിയും വലുതാകും. കാരണം പരാതിക്കാരായി മുന്നോട്ട് വരാൻ ഇനിയും എത്രയോ ആളുകളുണ്ട്. ഒരുപക്ഷെ അവസാന നിമിഷവും എൻ്റെ വീട്ടിനടുത്തുള്ള ആൾക്ക് സ്കൂട്ടർ കിട്ടി, ചിലപ്പം എനിക്കും കിട്ടിയാലോ, ഞാൻ പരാതിയായി പോയാൽ അത് കേസാകും, പിന്നെ സ്കൂട്ടർ കിട്ടാതിരുന്നാലോ എന്ന് ആശങ്കപ്പെടുന്ന മനുഷ്യർ ഇപ്പോഴും നമുക്ക് ചുറ്റും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ പരാതികൾ ഇനിയും വരാനുണ്ട്. ഇതിന്റെ വ്യാപ്തി ഇനിയും ഒരുപക്ഷെ കൂടിയേക്കാം. നിലവിലെ അന്വേഷണത്തിൽ അനന്തു കൃഷ്ണൻ മാത്രം മുഖ്യ ആസൂത്രകൻ എന്ന നിലയിലാണോ നിൽക്കുന്നത്? തീർച്ചയായും അല്ല ആര്യ. കാരണം ഇതിന് പിന്നിൽ മറ്റാരോ ഈ അനന്തകൃഷ്ണന്റെ പിന്നിലുണ്ട് എന്ന് തന്നെ പോലീസ് ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം ഈ 26 വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരന് ചെയ്യാൻ കഴിയുന്ന തട്ടിപ്പൊന്നുമല്ല അയാൾ ചെയ്തിരിക്കുന്നത്. വലിയ രീതിയിൽ സംസ്ഥാന വ്യാപകമായി പണപ്പിരിവ് നടത്തിയിരിക്കുന്നു. അതിനെല്ലാം തന്നെ ഈ CSR ഫണ്ട് കിട്ടുമെന്ന വ്യാജേന അക്കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് വലിയ രീതിയിൽ NGOകളെ കൂട്ടിച്ചേർത്തി കൊണ്ടുപോകുക എന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പിന്നിൽ ഏതോ ചില ശക്തികൾ, ബുദ്ധികേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് പോലീസ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനന്തകൃഷ്ണനെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ആദ്യഘട്ടത്തിലൊന്നും അനന്തകൃഷ്ണൻ ആ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് എറണാകുളം റൂറൽ SP-യും കൊച്ചി റേഞ്ച് IG-യുടെയും ഒക്കെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആലുവ പോലീസ് ക്ലബിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്താണ് കുറേയേറെ വിവരങ്ങൾ പുറത്തേക്ക് എടുത്തത്. കാരണം ഇയാൾ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ പലരെയും സംരക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസിനോട് പറയാതെ നടത്തിയ ആൾ പിടിയിലായിട്ടുണ്ട്. അപ്പോൾ ഈ തട്ടിപ്പിന് കൂട്ടുനിന്ന ആളുകളിലേക്ക് അന്വേഷണം പോകുമോ എന്നുള്ളത് ഇപ്പോൾ ലോക്കൽ പോലീസിന് ലഭിച്ചിരിക്കുന്ന പല ജില്ലകളിൽ നിന്നുള്ള പരാതി നമുക്കറിയാം. അതിൽ പരാതിയിൽ ചില പരാതികൾ എടുക്കുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പരാതിക്കാർ നമ്മോടൊക്കെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഇനി ക്രൈംബ്രാഞ്ചിലേക്ക് വരുമ്പോൾ അതിന് അന്വേഷണത്തിന് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പരിശോധനയ്ക്കൊക്കെ വിധേയമാക്കാൻ ഒരു അവസരം കിട്ടുകയാണ്. ആ അവസരം ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കളിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജനപ്രതിനിധികളടക്കം വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിലേക്കടക്കം വരുന്നു. അവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നത്. നേരത്തെ ഈ NGO കോൺഫെഡറേഷന് ഇതിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് എന്താണ്? സായിഗ്രാൻ ഡയറക്ടർക്ക് ഇത് ഈ തട്ടിപ്പിലെ റോൾ എന്താണ്? അപ്പോൾ ഈ ചെറിയ ചെറിയ സന്നദ്ധ സംഘടനകളെയൊക്കെ കേന്ദ്രീകരിച്ചിട്ടൊക്കെ നടത്തിയ ഈ തട്ടിപ്പിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഈ അന്വേഷണത്തിലൂടെ പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായും കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരും. കാരണം പോലീസിന് അനന്തുവിന് പിന്നിൽ മറ്റാരോ ഉണ്ടെന്ന് കൃത്യമായ സംശയമുണ്ട്. ആ വഴിക്ക് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം പോകുന്നത്. ഏറ്റവും കുറഞ്ഞത് 2-3 ദിവസത്തിനകം തന്നെ ഈ കേസ് ക്രൈംബ്രാഞ്ചിൻ്റെ കൈകളിലേക്ക് പോകും. ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന വ്യാപകമായി തന്നെ ഈ കേസ് ഒരു വലിയ സംഘത്തെ തന്നെ നിയോഗിച്ച് അന്വേഷിപ്പിക്കേണ്ടി വരും. അത്രമാത്രമാണ് പരാതികളുള്ളത്. ഓരോ പരാതികളും FIR എടുക്കുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം 25,000-26,000 പേർ വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്രയധികം സ്കൂട്ടറുകളാണ് ഇയാൾ കൊടുത്തു തീർക്കാനുള്ളതെന്ന് പറയുന്നത്. അത്രയും FIRകൾ എടുക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഓരോ സൊസൈറ്റികളുടെയും കീഴിൽ വരുന്ന പരാതികളെല്ലാം കൂടി ചേർത്ത് 1-2 കേസുകൾ രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ ഭാഗമായി എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള പണം നഷ്ടപ്പെട്ടവരെ ചേർത്തുകൊണ്ടുള്ള അന്വേഷണം നടത്തുക. ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ തട്ടിപ്പ് വീരനെയും തട്ടിച്ച് പണമെടുത്ത നമ്മുടെ രാഷ്ട്രീയക്കാരിവിടെയുണ്ട്. പലരും വളരെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഈ ആൾക്കാരൊക്കെ തന്നെ പണം വാങ്ങിയിരിക്കുന്നത് വളരെ ബുദ്ധിപൂർവ്വമാണ്. ഈ രാഷ്ട്രീയക്കാരുടെ ആരുടെയും അക്കൗണ്ടിലേക്ക് നേരിട്ട് അനന്തകൃഷ്ണൻ പണം നൽകിയിട്ടില്ല. പലരുടെയും ശിങ്കിടികൾ, ഇവരുടെ ഓഫീസ് സെക്രട്ടറിമാർ, അങ്ങനെയുള്ള ഒരുപാട് ഒരു കേസായി ഇത് മാറുകയും ചെയ്തു. നമുക്ക് ഈ കണ്ണൂരിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിഥികളുണ്ട്. പരാതിക്കാരാണ് ഇതിൽ കൂടുതൽ ആളുകളും. കണ്ണൂരിൽ നിന്ന് അനിലയുണ്ട്. കാരണം കൂടുതലും പാവങ്ങളാണ്. കാരണം അവരൊക്കെ ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടും, അല്ലെങ്കിൽ തയ്യൽ മെഷീൻ കിട്ടും എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ജീവിതാവസ്ഥ വളരെ മോശമായ ആളുകളൊക്കെ അവർക്ക് ജീവിത മാർഗത്തിന്റെ മേലിൽ സമീപിക്കുക, പക്ഷെ അവരൊക്കെ തട്ടിക്കുക എന്നുള്ളതാണ് നമുക്ക് സഹിക്കാൻ പറ്റുന്നത്. നമുക്ക് അനിലയോട് തന്നെ ചോദിച്ചറിയാം കാര്യങ്ങൾ. അനില, എങ്ങനെയാണ് ഇങ്ങനെ ഒരു പാതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുന്നുണ്ട്? ഈ ഒരു കാര്യം അനില എങ്ങനെയാണ് ആദ്യം അറിഞ്ഞത്? എങ്ങനെയാണ് ഈ പദ്ധതിയെ പറ്റി? എന്നെ നേരിട്ട് വന്ന് സമീപിച്ചു. അവർ വന്ന് പകുതി പൈസക്ക് ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് വന്നത്. അപ്പം 2-3 തവണ എന്നോട് ചോദിച്ചു വേണോ. അപ്പം എൻ്റെ മോൻ 10th പഠിക്കുന്നത്. +2 അതിലുള്ള കുട്ടിക്കായിട്ട് ലാപ്ടോപ്പ് കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു വേറെ ആരും ഉണ്ടെങ്കിൽ അവർ മുഖേന എനിക്ക് ലാപ്ടോപ്പ് തരാമെന്ന് പറഞ്ഞു. ഞാനൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, എന്നിട്ട് അത് ഒഴിഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും 2 വീലറിന്റെ പകുതി പൈസക്ക് കൊടുക്കുന്നുണ്ട്. വീണ്ടും വന്നു. അത് ഞാൻ കുറച്ചെല്ലാം വേണ്ട എന്നിട്ട് വിട്ടതാണ്. പിന്നെ അവര് പറഞ്ഞിട്ട് എനിക്ക് ലാഭമല്ലേ. അതായത് പ്രൊമോട്ടറോ മറ്റോ ആയിരുന്നോ താങ്കൾ? അല്ലല്ല, ഞാൻ പ്രൊമോട്ടർ അല്ല, ഞാൻ പരാതിക്കാരിയാണ്. താങ്കൾ ആദ്യം ബന്ധപ്പെടുന്നത് ആരാണ്? ഇത് ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്, അപ്ലൈ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് ആരാണ്? പ്രൊമോട്ടർ, ഇതിന്റെ പ്രൊമോട്ടർ ആണെന്ന് റീന എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടർ വരും.
താങ്കൾ മാത്രമാണോ താങ്കളുടെ പരിചയക്കാരായ സുഹൃത്തുക്കൾക്ക് ആ സമീപത്ത് താമസിക്കുന്ന ആളുകളോടൊക്കെ ഈ പദ്ധതിയെ പറ്റി അവർ പറഞ്ഞിരുന്നോ? അവര് ഒരുപാട് പേര് ഈ പരിസരത്തുള്ള ഒരുപാട് ആൾക്കാർ അവർ പിന്നെ ചേർത്തിട്ടുണ്ടിരുന്നു. 320 രൂപ കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സാധനങ്ങളും പകുതി വിലക്ക് കിട്ടുന്നതാണ് നമ്മളെ സമീപിച്ചത്. അങ്ങനെ അനിലയുടെ അറിവിൽ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ആർക്കും കൊടുത്തിട്ടില്ല. ആ ഭാഗത്ത് ആർക്കും കിട്ടിയിട്ടില്ല സ്കൂട്ടർ? ഇല്ല, പ്രൊമോട്ടർക്ക് കിട്ടിയിട്ടുണ്ട്. ആ പ്രൊമോട്ടർക്ക് കിട്ടിയ ഫോട്ടോസ് എനിക്ക് അയച്ചു തന്നു. അതുപോലെ സ്കൂട്ടർ കാണിച്ചിട്ട് തന്നു. ഇത് നമുക്ക് കിട്ടിയതാണ്, അതുപോലെ നിങ്ങൾക്കും തരുന്നു പറഞ്ഞിട്ട് നമ്മളിത് കാണിച്ചിട്ടാണ് നമ്മളോട് ചേരാൻ പറഞ്ഞത്. അത് കണ്ടപ്പോൾ നമ്മളത് മറ്റോ അനില വിളിച്ചിട്ടുണ്ടോ? ഈ യോഗങ്ങള്, ഈ പ്രൊമോട്ടർമാർ വിളിച്ചു ചേർക്കുന്ന യോഗങ്ങൾ, അതിൽ ഇല്ല. ഇന്ന് വരെ ഈ പ്രൊമോട്ടർമാരിൽ ആരും ഇതുവരെ ഈ പിന്നെ പറ്റിക്കപ്പെട്ട സ്ത്രീകൾ ഒരാളെയും വിളിച്ചിട്ടില്ല. ഇന്ന് രാവിലെ കുറിച്ച് അനിലയ്ക്ക് എന്തെങ്കിലും അറിയാമോ? എന്തിനെ പറ്റി? അനന്തകൃഷ്ണനെ കുറിച്ച് അങ്ങനെ ഇല്ല, അനന്തകൃഷ്ണനെ പറ്റി നമുക്ക് ഒന്നും അറിഞ്ഞൂടാ. അന്ന് ഉദ്ഘാടനത്തിന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അറിഞ്ഞു, അല്ലാതെ ഇവരെ പറ്റി ഒന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ വിശ്വസിച്ച് ഇവിടെ 7 പ്രൊമോട്ടർമാർ ഇവിടെ ഉണ്ടായിരുന്നു. അവരെ വിശ്വസിച്ചാണ് നമ്മൾ ചേർന്നത്. എല്ലാവരും പാർട്ടിക്കാരാണ്, എല്ലാം വിശ്വസിക്കപ്പെട്ട ആൾക്കാരായിരുന്നു അവരൊക്കെ. ഈ ആദ്യം നമ്മൾ ഈ 320 രൂപ കൊടുത്തിട്ട് രജിസ്റ്റർ അംഗമാകണം അല്ലേ? അംഗമാക്കി. അത് കഴിഞ്ഞാൽ എത്ര തുകയാണ് കൊടുത്തത് അനില? ഞാൻ 80,000 രൂപ കൊടുത്തത്. അതായത് സ്കൂട്ടറിന് വേണ്ടി. എത്ര കാലമായി? പിന്നെ ഗൃഹോപകരണ സാധനത്തിന് കൊടുത്തത്, വാഷിംഗ് മെഷീൻ, അങ്ങനെ 80,000 രൂപ. എത്ര കാലമായി കൊടുത്തിട്ട്? എന്നാണ് കൊടുത്തത്? ഇത് കൊടുത്തത് ഏകദേശം 7 മാസത്തോളായിട്ടുണ്ടാവും. അപ്പൊ 100 ദിവസമാണ് ഇവർ ടൈം പറഞ്ഞത്. അവര് 100 ദിവസത്തെ ടൈമാ പറഞ്ഞത്. അതിനു മുമ്പേ എന്താണ് പറയുന്നത്? പ്രൊമോട്ടർമാരോടാണല്ലോ ചോദിക്കേണ്ടത്, അവരാണല്ലോ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ പ്രൊമോട്ടർമാർ കൈയെഴുതുകയാണോ, അതോ അവരും പരാതിക്കാരായി മാറുകയാണോ? ഇല്ല, അവരോട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എന്താന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അതിൽ ഒരു പ്രാവശ്യം നമ്മളെ ഈ ഗ്രൂപ്പിൽ ഒരു ലേഡി, ഒരു പാവൻ ഒരു അമ്മ ചോദിച്ചു, ഇതെന്താ നിങ്ങൾ വണ്ടി തരാത്തെ എന്ന് ചോദിച്ചപ്പം അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഗ്രൂപ്പിൽ ഇടാൻ പാടില്ല. അവർ ഷൗട്ട് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് അവർ റിമൂവ് ചെയ്തു. നിങ്ങൾ ഇത് ചോദിക്കുമ്പോൾ എല്ലാവർക്കും പിന്നെ ടെൻഷൻ ആവും, അത് നിങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ഗ്രൂപ്പിൽ നിന്ന് അവർ റിമൂവ് ചെയ്യായിരുന്നു. ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്? ഗ്രൂപ്പില് 300 സംതിങ് ആൾക്കാരായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതിന്റെ അഡ്മിനൊക്കെ ആരാണ്? ഇവർ തന്നെ, ഈ 7 പ്രൊമോട്ടർമാരാണ് ഇതിന്റെ അഡ്മിന്മാർ. ഈ പ്രൊമോട്ടർമാരോട് ചോദിക്കുമ്പോൾ അവര് കാത്തിരിക്കാനാണോ പറയുന്നത്, കിട്ടുമെന്നാണോ പറയുന്നത്? എന്നിട്ടും അവര് വിശ്വസിക്കുന്നില്ല. അനന്തകൃഷ്ണനെതിരെ പരാതി പോയി കേസ് എടുത്തിട്ടും നമ്മൾ ചോദിക്കുമ്പോൾ അവര് പറഞ്ഞു, നിങ്ങൾ പരാതി കൊടുക്കരുത്, അവർക്ക് നമുക്ക് സാധനം മേടിക്കും, നിങ്ങൾ ഒരിക്കലും കേസ് കൊടുക്കരുത് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു. നമ്മളോട് ഇനി നമുക്ക് നിൽക്കാൻ പറ്റില്ല, നമ്മൾ കേസ് പോകുമെന്ന് പറഞ്ഞു. അല്ല അനില, ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ 7 മാസം എന്ന് പറഞ്ഞു, അപ്പൊ സ്വാഭാവികമായും 100 ദിവസം കഴിഞ്ഞ് കുറച്ചു കാലമുണ്ടല്ലോ, അത് കഴിഞ്ഞപ്പോ നിങ്ങൾ ചോദിച്ചില്ലേ എവിടെ? ചോദിച്ചു, അതിനിടയ്ക്ക് തന്നെ നമ്മൾ ചോദിച്ചു. നമ്മളോട് ലാസ്റ്റ് ടൈം പറഞ്ഞത് അവരുടെ അക്കൗണ്ട് എന്തോ ചെറിയ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ്. അതിന് മുമ്പിലേ നമ്മോട് പറഞ്ഞത് വെച്ചാൽ നമ്മളുടെ കളക്ടർ പിന്നെ ഗ്രൗണ്ട് കണ്ടെത്തിയിട്ടുണ്ട്, അതിന് 4 ലക്ഷം 40 ലക്ഷം അത് അടച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാരും പിന്നെ സ്ത്രീകളെല്ലാരും വൈറ്റും ഇട്ടിട്ട് വരണം എന്നെല്ലാം പറഞ്ഞിട്ട് ആദ്യം സമാധാനിപ്പിച്ചു. ഇപ്പോൾ അൻഷാദ് കൂടി അഭിഭാഷകൻ ചേരുന്നുണ്ട്. അൻഷാദ് നേരത്തെ പറഞ്ഞുവല്ലോ, ഈ ആലപ്പുഴയിൽ 3000 സംതിങ് ആളുകൾക്ക് ഈ വാഗ്ദാനം ചെയ്തു, സ്കൂട്ടർ വാഗ്ദാനം ചെയ്തു. പക്ഷെ അവിടെ കിട്ടിയത് ഏകദേശം 60 പേർക്ക് മാത്രമാണ് കിട്ടിയതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ താങ്കൾ എങ്ങനെയാണ്, നേരത്തെ ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞ വ്യക്തിയാണോ? ഇനി ഒരുപാട് പേര്, ഓരോ ജില്ലയിലെയും കണക്കുകൾ ഏകദേശം 26,000 എന്ന് പറയുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട സ്കൂട്ടറിൻ്റെ തുകയൊക്കെ വരുമ്പോൾ അങ്ങ് ഇത്രയോ മടങ്ങ് കോടികളുടെ പണമാണ് ഇനി കൊടുക്കേണ്ടത്. അത് കിട്ടുമോ ഈ പാവങ്ങൾക്ക്? നമുക്കറിയാമല്ലോ, ഈ കായംകുളം നഗരസഭ കൗൺസിലർമാരെ സംബന്ധിച്ചിടത്തോളം തൊട്ടടുത്ത വാർഡിൽ ഒരു കോഴിമുട്ട കൊടുത്താൽ പോലും അടുത്ത വാർഡിൽ അത് കിട്ടിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ജനങ്ങളാണല്ലോ. നമുക്കറിയാം, എന്ത് ഒരു വാർഡിൽ കിട്ടിയാലും തൊട്ടടുത്ത വാർഡിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങളെപ്പോലുള്ള എല്ലാ കൗൺസിലർമാരും കൃത്യമായിട്ട് എന്ത് സാധനം കിട്ടിയാലും അത് വാർഡിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ അത് പ്രവർത്തിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഈ സ്കൂട്ടറുമായി ബന്ധപ്പെട്ട് പകുതി വിലയ്ക്ക് ഗൃഹോപകരണങ്ങൾ കൊടുക്കുന്നു, പകുതി വിലയ്ക്ക് സ്കൂട്ടർ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എന്റെ തൊട്ടടുത്ത വാർഡാണ് ഇപ്പോൾ നിങ്ങൾ ഈ പ്രതിയാക്കപ്പെട്ട 4ാം വാർഡ് കൗൺസിലർ. ഞാൻ 5ാം വാർഡിലെ കൗൺസിലറാണ്. തൊട്ടടുത്ത വാർഡായതുകൊണ്ട് കൃത്യമായി ആ റോഡിന് ഒരു 2 അപ്പുറം ഇപ്പുറമാണ് ഞങ്ങളുടെ വാർഡുകളുടെ ദൂരം, 4 മീറ്റർ ഗ്യാപ്പേ ഉള്ളൂ. അപ്പോ അവിടെ കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അഭിഭാഷകനും കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ചോദിക്കുകയാണ്.
ഈ പറയുന്ന ചില പ്രൊമോട്ടർമാരിലോ അല്ലെങ്കിൽ കുറച്ച് ആളുകളിലോ നിൽക്കേണ്ട കാര്യമാണോ ഇത്? കാരണം ഇതിന്റെ പിന്നിൽ നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത് ഏതോ മഞ്ഞുമലയുടെ ഒരു അറ്റം പോലെയാണ് മാത്രമാണ്. കാരണം ഒരുപാട് രാഷ്ട്രീയക്കാർ ഇതിന്റെ പിന്നിലുണ്ടാകുമ്പോൾ കേട്ടാൽ ഞെട്ടുന്ന VIP-കൾ ഇതിന് പിന്നിലുണ്ട് എന്ന് ലാലി വിൻസെന്റ്, ഇതിനെ പ്രതി ചേർക്കപ്പെട്ട 7ാം പ്രതിയായി ചേർക്കപ്പെട്ട കോൺഗ്രസ് നേതാവ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അന്വേഷിച്ചു പോയാൽ ഞെട്ടുന്ന വിവരങ്ങളായിരിക്കുമോ അൻഷാദ് പുറത്തേക്ക് വരിക? അല്ല, അത് ഇപ്പോ നിങ്ങളുടെ അവതാരക തന്നെ നേരത്തെ പറഞ്ഞത് ഞാൻ കേട്ടു. അനന്തകൃഷ്ണന്റെ പിന്നിൽ വേറെ വലിയ വലിയ ലോബികൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ HDFC ബാങ്ക് എന്ന് പറയുന്ന അക്കൗണ്ടിലൂടെയാണ് ഇത്ര കോടികൾ രൂപ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഇന്ന് പുറത്തു വരുന്നത് 40 ലക്ഷം രൂപ ലീഗൽ അഡ്വൈസർ എന്നുള്ള നിലയ്ക്ക് ലാലി വിൻസെന്റ് കിട്ടിയെന്നാണ് പറയുന്നത്. എന്നാൽ 2-3 കോടി രൂപ കൊടുത്ത പല രാഷ്ട്രീയക്കാരുടെയും പേരുകൾ പറയുന്നുണ്ട്. അങ്ങനെ വൻകിട മുതലാളിമാർക്കും രാഷ്ട്രീയക്കാർക്കൊക്കെ ഇതിൽ നിന്ന് സംഭാവന കൊടുത്തിട്ടുണ്ടാവാം. അപ്പൊ അല്ലെങ്കിൽ ഈ 1100 കോടി രൂപ 26ാമത്തെ വയസ്സിൽ ഇത്രയും കോടി രൂപയുടെ അഴിമതി നടത്തുവാൻ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇതിന്റെ പിന്നിൽ ആളുകൾ ഉണ്ടാവാം. അതൊക്കെ അന്വേഷിക്കപ്പെടേണ്ടതാണ്, നമ്മുടെ പോലീസ് കണ്ടെത്തേണ്ടതാണ്. ഞാനൊരു കാര്യം, ഇപ്പൊ ഇതൊരു തട്ടിപ്പാണ്. ഇപ്പം പലരും എനിക്ക് കിട്ടിയാലോ എന്നൊരു വിശ്വാസം കൊണ്ട്, അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കിട്ടി അതിന്റെ ഫോട്ടോ കാണുന്നു, ആ ഫോട്ടോയിലൊക്കെ ഉള്ളത് ആ ഭാഗത്തെ ജനപ്രതിനിധികളായിരിക്കും, അവിടെയുള്ള കൗൺസിലർമാരായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് വിശ്വസിച്ച് പോവുകയാണ് സാധാരണക്കാരായ മനുഷ്യർ. നരേന്ദ്രമോദിയുടെ ഫോട്ടോ, ശൈലജ ടീച്ചറിന്റെ ഫോട്ടോ, അങ്ങനെ ഒരുപാട് ആളുകളുടെ അല്ലേ. അപ്പൊ ഈ സാധാരണ ഒരു ഗ്രാമപഞ്ചായത്തിലേക്ക് കാര്യം വരുമ്പോൾ ഒരുപക്ഷെ അതുകൊണ്ടാണ് അവർ വിശ്വസിച്ചു പോകുന്നത്. ആ ഭാഗത്തുള്ള അവർക്കറിയുന്ന ആളുകൾക്ക് 1-2 ആളുകൾക്ക് സ്കൂട്ടർ കിട്ടി, അല്ലെങ്കിൽ ലാപ്ടോപ്പ് കിട്ടി, എനിക്ക് പരിചയമുള്ള കൗൺസിലറാണ് ഇത്, അതിന് ആ കൗൺസിലറുടെ മുഖമാണ് ആ ഫ്ലെക്സിലുള്ളത്, ആ ബാനറിലുള്ളത്. അപ്പൊ അതുകൊണ്ട് വിശ്വസിച്ചു പോകുന്ന ആളുകളുണ്ട്. അൻഷാദിന് എങ്ങനെ, ഏത് നിമിഷമാണ് ഇതൊരു തട്ടിപ്പാണ് എന്ന് തോന്നിയത്? അല്ല, ഈ പകുതി വിലയ്ക്ക് ഗൃഹോപകരണങ്ങളും സ്കൂട്ടറും ഒക്കെ കൊടുക്കുന്നെന്ന് പറയുമ്പോൾ സാമാന്യ കോമൺ സെൻസ് ഉള്ള, അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകൾ ചിന്തിക്കും ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷണം നടത്തി. NGO കോൺഫെഡറേഷൻ എന്ന് പറയുന്ന കുറെ NGO-കളുടെ അസോസിയേഷനുകൾ ചേർന്ന ഒരു കോൺഫെഡറേഷനാണ് എന്ന് പറയുമ്പോൾ അവരുടെ വെബ്സൈറ്റിൽ കയറി നോക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. അതിനുശേഷം പിന്നീട് ഞാൻ തിരക്കിയപ്പോൾ അറിയാൻ സാധിച്ചത് ഇത് ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്, അതിന്റെ കോർപ്പറേറ്റ് ഫണ്ടുകൾ കൊണ്ടുവന്നാണ് ഇത് കൊടുക്കുന്നത് എന്ന് പറയുകയുണ്ടായി. അതിനെപ്പറ്റി അന്വേഷണം നടത്തി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നീട് ഞാൻ എൻ്റെ വാർഡിലെ ജനങ്ങളോട് വാട്സപ്പ് ഗ്രൂപ്പ് വഴി നിർദ്ദേശം കൊടുത്തു, ഇതൊരു തട്ടിപ്പാണെന്നും ഇതിന്റെ പിന്നിൽ നിങ്ങൾ പൈസ അടയ്ക്കാൻ മുതിരരുതെന്നും. എൻ്റെ വാർഡിലെ CDS മെമ്പറെയും ADS മെമ്പറെയും എല്ലാം ഇതുപോലെ തട്ടിപ്പിന് കൂട്ടുനിൽക്കാൻ വേണ്ടി പലരും അവരെ പ്രേരിപ്പിക്കുകയും അവരുടെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വരികയും ചെയ്തിട്ടുണ്ട്. എന്താണ് ഇതിൽ ലാഭമുള്ളത് ശ്രീ അൻഷാദ്? കാരണം ഈ CSR ഫണ്ട് ഉപയോഗിക്കുമ്പോൾ അത് ഏതൊക്കെ കമ്പനികൾ ഈ ഫണ്ട് ഈ സംഘടനകൾക്ക്, ഈ ചെറു സംഘടനകളൊക്കെ ഉണ്ടാക്കുക, എല്ലാ സംഘടനകളുടെയൊക്കെ അഫിലിയേറ്റ് ചെയ്തുകൊണ്ടാണല്ലോ ഈ NGO കോൺഫെഡറേഷൻ എന്നൊരു സംവിധാനം തട്ടിക്കൂട്ടുക. അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന പ്രൊമോട്ടർമാർക്ക് അവിടേക്ക് എത്തുന്ന മറ്റേ പണം വാങ്ങിച്ചു കൂടുതലായി അല്ലെങ്കിൽ ആളെ ചേർത്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ലാഭമാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത്? അല്ല, നമുക്കറിയാമല്ലോ, വലിയ വലിയ ബാങ്കുകൾക്കും വലിയ വലിയ കമ്പനികൾക്കും CSR ഫണ്ടുകളുണ്ട്. അതിന് നമ്മൾ പറയുന്നത് എന്താ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്നാണ്. അത് ഈ സാമൂഹ്യ പ്രതിബദ്ധതകൾക്ക് വേണ്ടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ അനന്തകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നിയ ഒരു സംശയം, ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് ഇത് ഇങ്ങനൊരു സംഭവം ഇതില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രൊമോട്ടർമാർ, പാവങ്ങളായിട്ടുള്ള കുറച്ച് CDS മെമ്പർമാരെയും പ്രൊമോട്ടർമാരെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്നത് ചില രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരുമാണ്. അതിനകത്ത് ഇവർക്ക് എന്ത് ലാഭം എന്ന് ചോദിച്ചാൽ, ഒരാളെ ഇതിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ 320 രൂപയാണ് ഇവർ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 620 പേരടങ്ങുന്ന 2 സോഷ്യൽ മീഡിയ വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ഈസ്റ്റ് വെസ്റ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഗുണഭോക്താക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് 2 ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരാളിൽ നിന്ന് 320 രൂപ വീതം വാങ്ങുമ്പോൾ ഏകദേശം 1100 പേരിൽ നിന്ന് എത്ര ലക്ഷം രൂപ അവർക്ക് വന്നിട്ടുണ്ടാവാം. അതായിരിക്കും പ്രൊമോട്ടർമാർക്ക് കിട്ടിയ ലാഭം. പിന്നീട് സ്കൂട്ടർ ഒരാൾക്ക് പകുതി വിലയ്ക്ക് പൈസ ഏതെങ്കിലും സാധനങ്ങൾക്ക് അടയ്ക്കുമ്പോൾ അതിൽ നിന്ന് എന്താണ് ഇവരുടെ പ്രോഫിറ്റ് എന്നൊക്കെ ഉള്ളത് ഇനി പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ മാത്രമല്ലേ. കുറച്ച് ആളുകളെ സംബന്ധിച്ചുള്ള അവർക്ക് കൊടുക്കും. നമ്മുടെ മലയാളികളുടെ ഒരു മനഃശാസ്ത്രം ഉണ്ടല്ലോ, മറ്റുള്ളവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുള്ള വിശ്വാസം, അത് ഈ പാവങ്ങളെ ചൂഷണം ചെയ്യുന്നുള്ളതാണ്. എനിക്കൊന്ന് അനിലൊക്കെ ആ രീതിക്ക് വന്ന് പെട്ടുപോയ ആളായിരിക്കും. നേരത്തെ അനില പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പലതവണ ആദ്യമൊക്കെ വന്നപ്പോൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു, പിന്നെയും വന്നു. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ ശരി ചേർന്നേക്കാം എന്ന് വിചാരിക്കുന്നത്? അല്ല, അപ്പോ ഇതിനകത്തൊരു സാധ്യത കാണുന്നത്, ആദ്യം പിന്നെ തയ്യൽ മെഷീന് ലാപ്ടോപ്പിനൊക്കെ 8,000 10,000 രൂപയൊക്കെ കൊടുത്തു.
ആ 20,000 രൂപയുടെ ലാപ്ടോപ്പ് ഒക്കെ കൊടുത്തപ്പോൾ ജനങ്ങളിലേക്ക് ഈ ഒരു സംഭവം കറക്റ്റാണ് എന്ന് വരുത്തി തീർക്കുവാൻ അവർക്ക് കൃത്യമായി സാധിച്ചു. അതിനുശേഷം 100 പേരെ കൊണ്ട് ഞാൻ അൻഷാദിലേക്ക് മടങ്ങി വരാം. അനിലേക്ക് ഒന്ന് പോയിക്കോട്ടെ. അല്ല, ഞാൻ നേരത്തെ ചോദിച്ചത്, നേരത്തെ ആദ്യം അനില പറഞ്ഞു ഈ തട്ടിപ്പ് ആദ്യമൊക്കെ ഈ ഫോൺ കോൾ, പ്രൊമോട്ടർമാരുടെ ഫോൺ കോൾ വന്നപ്പം വേണ്ട നോ പറഞ്ഞു എന്ന്, പിന്നീട് ആവർത്തിച്ച് ആ ഫോൺ കോളുകൾ വന്നുകൊണ്ടിരുന്നു. ഏത് മൊമെന്റിലാണ് ശരി ഇതിൽ രജിസ്റ്റർ ചെയ്തേക്കാം, അംഗമായേക്കാം എന്ന് തോന്നിയത് എപ്പോഴാണ്? ആരെങ്കിലും പറഞ്ഞോ ഞങ്ങൾക്ക് കിട്ടി? ഏത് മൊമെന്റിലാണ് തീരുമാനമെടുത്തത്? അനില കേൾക്കാമോ? കേൾക്കാമോ അനില? പറയൂ. ആദ്യമൊക്കെ ലാപ്ടോപ്പ് എല്ലാം കുറെ പേർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു. പിന്നെ ഇവർക്ക് ഈ വണ്ടി കിട്ടിയത് കൊണ്ട് അവരിന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എനിക്ക് വണ്ടി കിട്ടിയതാണ്, 100% ടെൻഷൻ അടിക്കേണ്ട. പിന്നെ എന്റെ റിലേറ്റീവ് ആണ്, ഒരിക്കലും അങ്ങനെ ഒരു ചതിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നേ ഇല്ല. അപ്പൊ അവരാ വാക്കിട്ട് പിന്നെ ഇവർ തന്നെ വാങ്ങിക്കാന്ന് കൊടുക്കാലോ എന്ന് വെച്ചിട്ടാണ് ആ മെമ്പർഷിപ്പ് എടുത്തിട്ട് കൊടുത്തത്. പിന്നെ അതിൽ സ്കൂൾ കിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, 2000 രൂപേന്റെ സ്കൂൾ കിറ്റ് 1000 രൂപക്ക് കിട്ടി. അതുപോലെ ഓണക്കിറ്റും 3000 രൂപേന്റെ ഓണക്കിറ്റ് 1500 രൂപക്ക് കിട്ടി. അതുപോലെ വിശ്വസിച്ചു നമ്മൾ ഇത് കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. അപ്പൊ നേരത്തെ സാർ അതിനകത്ത് പറഞ്ഞു പിന്നെ ഇവർക്ക് വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ എന്നുള്ളത് നേരത്തെ അല്ല, എന്തൊക്കെയാണ് ഇവര് വാഗ്ദാനം ചെയ്തിരുന്നത്? കാരണം ഈ സ്കൂട്ടർ, തയ്യൽ മെഷീൻ, പിന്നീട് ആംബുലൻസ്, ചില ആളുകൾക്ക്, ചിലർക്ക് കൈക്കോട്ട് നൽകുന്നു, മറ്റ് അവിടെ നിന്ന് ഹോം അപ്ലയൻസ് സാധനങ്ങൾ. അപ്പോൾ ഇവർ തൊടാത്ത, കൈവയ്ക്കാത്ത ഒന്നുമില്ല, എല്ലാം ഈ പകുതി വില എന്നുള്ള നിലയ്ക്കായിരുന്നു. അങ്ങനെ എന്തൊക്കെയായിരുന്നു ഇവർ വാഗ്ദാനം ചെയ്ത സാധന സാമഗ്രികൾ? ഗൃഹോപകരണ സാധനങ്ങൾ മൊത്തം പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ ലാസ്റ്റ് വന്നതാണ് ഫോണ്. ലാസ്റ്റ് ഡിസംബർ ജനുവരിയിലാണ് ഫോണിന്റെ ഒരു സ്കീം വന്നത്. ഞാൻ ഇത് ഒരു തവണ ഞാൻ അവരോട് പ്രതികരിച്ചു. ഞാൻ നിങ്ങൾ നമുക്ക് ബുക്ക് ചെയ്ത സാധനങ്ങൾ തന്നിട്ടല്ലേ വീണ്ടും നിങ്ങൾ പുതിയ സ്കീമൊക്കെ എടുക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു അത് വേഗത്തിൽ തന്നെ വരും, അത് അതിന്റെ അപ്പുറത്തേക്ക് മറ്റേ റെഡിയാക്കി വെക്കുന്നതാണ്, പിന്നെ വണ്ടീൻ്റെ എന്തൊക്കെയോ ചെയ്യാനുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് അവര് നമ്മളെ സമാധാനിപ്പിക്കുക ചെയ്തത്. അപ്പൊ അതിന്റെ ഗ്രൂപ്പിൽ ഞാൻ പിന്നെ ഇടുമ്പോ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഗ്രൂപ്പിലൊന്നും ഇടാൻ പാടില്ല, പിന്നെ അത് അനന്തകൃഷ്ണൻ നോട്ട് ചെയ്യും. ഈ പരാതികളെ പറ്റിയൊക്കെ സ്വാഭാവികമായും ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും. ഇനി കേസ് കൊടുത്തോ നിങ്ങൾ? കേസ് കൊടുത്തു. നമ്മൾ ആദ്യം വളപട്ടണം പോലീസ് സ്റ്റേഷനിലാണ് പോയത്. 3 ദിവസം നമ്മൾ വളപട്ടണം പോലീസ് സ്റ്റേഷൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഇരുന്നു. 150-150ഓളം ആൾക്കാർ അവിടെ, സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു, ചെറിയ കുട്ടികളെയും കൊണ്ടുപോകും. അത്രയും കഷ്ടപ്പെട്ടിട്ട് അവരെ പൈസ പോയ സങ്കടം. ഇനിയും എത്രയോ ആയിരക്കണക്കിന് സ്കൂട്ടറുകൾ കൊടുക്കാനുണ്ട്. ഈ പറയുന്ന അനന്തു കൃഷ്ണന്റെ മുഖ്യ ആസൂത്രകനായ അനന്തു കൃഷ്ണൻ അക്കൗണ്ടിൽ ബാക്കിയുള്ളത് 4.25 കോടി മാത്രമാണ്, അതും ഫ്രീസ് ചെയ്യപ്പെട്ടു. ഈ കിട്ടാനുള്ള ആളുകൾ പോകട്ടെ, ഒരുപക്ഷെ കിട്ടിയ ആളുകളുടെ പോലും സ്കൂട്ടർ പോകുമെന്ന ഒരു നിലയാണ് നിലവിലുള്ളത്. അല്ല, നിലവിൽ കിട്ടിയവർക്കുള്ള സ്കൂട്ടർ പോകാൻ സാധ്യതയില്ല. കാരണം ഇത് അവർ റേഞ്ച് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു അൻഷാദ്. ഞാൻ അൻഷാദിലേക്ക് മടങ്ങി വരാം. അനില തുടരുന്നുണ്ട്. അനില പറഞ്ഞിപ്പം വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു എന്ന്. ഈ പോലീസിനോട് സംസാരിക്കുമ്പോൾ, ഈ പരാതിയുമായി ചെല്ലുമ്പോൾ സ്വാഭാവികമായും കുറേ പരാതികളുണ്ട്. അപ്പൊ എങ്ങനെയാണ് അവരുടെ ഒരു പെരുമാറ്റം? അവർ നിങ്ങളോട് പറയുന്നത് ഏത് രീതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട്? അവര് ഈ പരാതി എടുക്കുന്നില്ല. അവര് നമ്മൾ പ്രൊമോട്ടർമാർ, ഈ 7 പ്രൊമോട്ടർമാരായ റീന, മോഹനൻ, പിന്നെ പുഷ്പജൻ, ഷീല, അങ്ങനെ ഒരു 5 പേരുണ്ടായിരുന്നു. അവരുടെ പേരിൽ നമ്മൾ പരാതി കൊടുക്കുമ്പോൾ അവര് പറഞ്ഞു അവരുടെ പേരിൽ പരാതി എടുക്കാൻ പറ്റില്ല നമുക്ക്, പിന്നെ അവരുടെ കയ്യിൽ നിങ്ങൾ കേസ് കൊടുത്തിട്ടില്ലോ എന്ന് പറഞ്ഞിട്ട് അവര് രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ഈ സ്ത്രീകൾ അവിടെ എത്തിച്ചു. ഫുഡ് വരെ കഴിക്കാണ് നമ്മൾ അവിടെ ഇരുന്നത്. അപ്പം പിറ്റേ ദിവസം ഇങ്ങോട്ട് പറഞ്ഞു 6 മണി വരെ 6:30 വരെ നമ്മൾ അവിടെ ഇരുന്നു, നമ്മളെ വിട്ടു. നാളെ നിങ്ങൾ 10 ലക്ഷം നിങ്ങൾ എത്തണം എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ വിളിച്ച്, രാജാമണി എന്ന് പറഞ്ഞവരെയും റീന എന്ന് പറഞ്ഞ അവരൊക്കെ വൈകുന്നേരം വിളിപ്പിച്ചു. നമ്മൾ ഫസ്റ്റ് ഡേ പോയെന്ന്. അപ്പൊ അവര് വന്ന് സംസാരിച്ച് പിറ്റേ നമുക്കെല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞ് പിറ്റേ ദിവസം വീണ്ടും നമ്മൾ പോയി. ശനിയാഴ്ച പോയി, ഒരു തിങ്കളാഴ്ച വരാൻ. പല ആളുകളും പറയുന്നുണ്ടല്ലോ, ഈ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അനന്തു പൈസ തരും, നിങ്ങൾ കേസ് കൊടുക്കാതിരിക്കുക, കേസ് കൊടുക്കുന്നത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് പറയുന്നുള്ളൂ. അതിന്റെ അടിസ്ഥാനം എന്തായിരിക്കുക? ഹലോ, അനിലയോട് അവര് പറയുന്നത് അന്ന് തന്നെ നമ്മൾ പിന്നെ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞവര് പിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത സമയം നമുക്ക് അവര് വോയിസ് തന്നു, നിങ്ങൾ ആരും കേസ് കൊടുക്കാതിരിക്കുക, ജാമ്യത്തിൽ ഇറങ്ങിയിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ക്യാഷ് തരുന്നു പറഞ്ഞിട്ട് നമ്മളെ സമാധാനിപ്പിക്കുന്ന ഒരു വോയിസ്, 2-3 വോയിസ് അവർ ഇട്ട് തന്നു. മോഹൻ എന്ന് പറഞ്ഞവർ ഇട്ട് തന്നു. നമ്മൾ ആരും നിന്നില്ല. എന്നിട്ടാണ് നമ്മൾ പിറ്റേ ദിവസം നമ്മൾ വളപട്ടണം സ്റ്റേഷനിലേക്ക് പോയത്.
അവിടുന്ന് നമുക്ക് നല്ലൊരു പ്രതികരണമല്ല ഉണ്ടായത്. ഈ പ്രൊമോട്ടർമാരെ വിളിപ്പിക്കാൻ പറഞ്ഞിട്ട് അവരാരും വിളിച്ചു നമ്മളെ മുമ്പ് വിളിച്ചു. അതിലൊരു പ്രൊമോട്ടറെ വിളിച്ചു, രതീഷ് എന്ന പ്രൊമോട്ടറെ വിളിച്ചപ്പോൾ അവര് പറഞ്ഞു ഞാൻ സമ്മേളനത്തിന്റെ അടുത്തുള്ള 8 മണിക്ക് വരുള്ളൂ. അപ്പൊ ആ പോലീസുകാർ നമ്മോട് ചോദിക്കും നിങ്ങൾ 8 മണി വരെ ഇവിടെ ഇരിക്കും. അപ്പൊ നമ്മളെല്ലാവരും പറഞ്ഞു നമ്മൾ 8 മണി വരെ ഇരിക്കാം. നമ്മൾ വീണ്ടും ചോദിച്ചു നിങ്ങൾക്ക് അവരെ വരുത്തിക്കാൻ പറ്റൂലേ, നമ്മളെങ്ങനെ സമ്മേളനത്തിൽ പോയി അവരെങ്ങനെയാണ് നമ്മൾ വരുത്തിക്കുക, എങ്ങനെയാണ് പോലീസുകാർ നമ്മോട് പറഞ്ഞത്. അതിന് വേറെ ഒരു പ്രൊമോട്ടറായ റീനനെ വിളിച്ചപ്പം പറഞ്ഞു നടുവേദനയാണ് അവർക്ക് വരാൻ പറ്റില്ല. അപ്പൊ അവര് പറഞ്ഞു നമുക്കിപ്പോ അവരെ എടുത്തു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ, അതും വിട്ടു. വേറൊരു സക്കിന എന്ന് പറഞ്ഞൊരു പ്രൊമോട്ടറെ വിളിച്ചു, അവരെ വിളിച്ചെടുത്ത് ഫോൺ എടുക്കുന്നില്ല, അവരെ കുട്ടീനാക്കിട്ട് എവിടെയോ നാട് വിട്ടു എന്ന് പറഞ്ഞു. വൈകുന്നേരം വീണ്ടും നമ്മൾ പറഞ്ഞു വേറൊരു ലേഡി എന്ന് പറഞ്ഞിട്ട് അവരെയും വിളിച്ചു, ഒരു ഷീല എന്ന് പറഞ്ഞിട്ടൊരു ലേഡി ഉണ്ടായിരുന്നു, അവരെയും വിളിച്ചു. എന്റെ മുമ്പ് വിളിച്ചപ്പോൾ അവര് പറഞ്ഞു എന്റെ വരെ വരാൻ ആരും ഇല്ല, ഹസ്ബൻഡ് ഇല്ല, വരാൻ പറ്റില്ല. പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞ ആ ലേഡി ഒറ്റയ്ക്ക് എല്ലായിടത്തും പോകുന്നതാണ്. പക്ഷെ അവരും വന്നില്ല. പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തട്ടെ. കാരണം ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് ഇനി ഏറ്റെടുക്കാൻ പോകുന്നത്. അൻഷാദിലേക്ക് ശ്രീ അൻഷാദ്, മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തേക്ക് വിടുന്ന സമയത്തിന് ശേഷം ഓരോ പരാതിക്കാർ ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് പരാതി നൽകാതിരുന്ന ഒരു വിഭാഗം ആളുകൾ വരെ പരാതി നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അങ്ങനെയാണ് ഓരോ ജില്ലകളിലും. പാലക്കാട് എടുത്തു കഴിഞ്ഞാൽ 2500 പരാതി, കണ്ണൂരിലേക്ക് വന്നത് അതിന്റെ ഇരട്ടിയോളം പരാതി, അങ്ങനെ കാസർഗോഡ് ഇന്നും അതെ 1000 പോലീസുകാർക്ക് പോലും ഇത് ഒരു തലവേദനയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഇതിനകത്തിന് ഈ മാർഗം പ്രതിവിധി എന്താണ്? ഈ പണം തിരികെ കിട്ടാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ലെ വണ്ടി കിട്ടാൻ തട്ടിപ്പാണല്ലോ. അല്ല, ഈ പണം തിരികെ കിട്ടുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 4 കോടി രൂപയാണ് ഫ്രീസ് ചെയ്തേക്കുന്നത്. ഈ ഫ്രീസ് ചെയ്ത 4 കോടിയാണോ കൊടുക്കാനുള്ളത്? ഏതാണ്ട് 1100 കോടി രൂപയോളം തട്ടിയെടുത്തു എന്നുള്ളതാണ്. ഈ പരാതിക്കാരുടെ ബാഹുല്യം അനുസരിച്ച് ഈ 4 കോടിയും ഒന്നും അല്ലല്ലോ. പിന്നീട് അദ്ദേഹത്തിന്റെ സ്വത്തുവകകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കണ്ടെത്തി റിക്കവർ ചെയ്ത് അവർക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ പോലും BNS 497 ഇട്ട് ഒരു CMP ഇട്ടെങ്കിലും ഈ പണം റിക്കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ പോലും ഈ പണം കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ അനന്തകൃഷ്ണൻ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പോലീസ് അന്വേഷിക്കട്ടെ. അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അനന്തകൃഷ്ണൻ പറയട്ടെ. അവരുടെ സ്വത്തുക്കളിലേക്കും ഇതിന്റെ അന്വേഷണം പോകേണ്ടതായിരിക്കുന്നു. ശരി, തീർച്ചയായും. എന്തായാലും ഇനി കാര്യത്തിലൊരു പ്രതിവിധി ഉണ്ടാകട്ടെ. കാരണം കേരളം കണ്ട ടോട്ടൽ ഫോർ യു എന്ന വലിയ തട്ടിപ്പിന്റെ അതിനെയും വെല്ലുന്ന തരത്തിലേക്കൊരു തട്ടിപ്പായി ഇത് മാറുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മുടെ നാട് ആടുമാഞ്ചി മുതൽ ഇങ്ങോട്ട് വലിയ തട്ടിപ്പുകൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം അത് 26 വയസ്സ് മാത്രമേ അനന്തകൃഷ്ണനുള്ളൂ. അപ്പം എത്രയോ വർഷങ്ങളായി തുടങ്ങിയിട്ട് ഗവേഷണം നടത്തി ഗവേഷകരായിട്ട് മറ്റു കൂടെ പല ശാസ്ത്രജ്ഞന്മാരും കാണാനും സാധ്യതയുണ്ട്. എന്തായാലും അന്വേഷിക്കട്ടെ. ഇപ്പോൾ നിലവിൽ മൂവാറ്റുപുഴ പോലീസാണ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതുവർക്ക് മാത്രം കൂട്ടിയാൽ കൂടുന്നൊരു കാര്യമല്ല, അത്രയും പരാതി പ്രവാഹമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയാണ്, ED അന്വേഷിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം അനന്തുവിന്റെ പണം എങ്ങോട്ടൊക്കെ മറ്റു തലത്തിൽ മാറ്റിയിട്ടുണ്ടോ, ഭൂമി പലയിടങ്ങളിലായി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അത് ആരുടെയൊക്കെ പേരിലാണ്? ഈ പറഞ്ഞു കേൾക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മൾ വിശ്വസ്തരെന്ന് കരുതപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകരുടെയൊക്കെ പങ്ക് ഇക്കാര്യത്തിൽ എന്തായാലും അറിയേണ്ടതാണ്.